ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിവരങ്ങളും സുഖല്ലേ? അടുക്കളയിലാട്ടെന്ന് ചപ്പാത്തി ഇന്നലെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുടാൻ വേണ്ടിയിട്ട് ഗ്യാസ് കഴിഞ്ഞേക്കണു. ഇന്നലെ രാത്രി കഴിഞ്ഞേക്കണു ഗ്യാസ്. അപ്പോൾ തീ പിടിപ്പിച്ചുകാണ്ട് മറ്റേ ചായയും കടിയൊക്കെ ഞാൻ ഗ്യാസുമല ഉണ്ടാക്കൽ. ചോറും ഒക്കെ ഞാൻ അടുപ്പത്ത് വെക്കലുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ തന്നെ തീ പിടിപ്പിച്ചേക്കാണ് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓലപ്പൊടിയില്ല, വറവൊന്നുമില്ല. അപ്പോൾ ഈ മില്ലുന്ന ചിപ്പിലിപ്പൊടി ഉണ്ടല്ലോ, അതിവിടെ എപ്പോഴും ഓരോ ചാക്ക് ഇങ്ങനെ കൊടുന്ന് വെക്കും. കോഴിക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കും. കോഴിക്കൂടൊക്കെ ചീഞ്ഞാൽ നമ്മൾ കോഴിക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അടുപ്പെത്തിച്ചാൽ ഓലപ്പൊടി ഇല്ലല്ലോ, അപ്പോൾ തിച്ചുപിടിപ്പിച്ചാനൊക്കെ നല്ലോണം കൊത്തും അത്. ഇന്നിപ്പോൾ ഇങ്ങനെ പുഴഞ്ഞും കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇന്നലെ ചെറിയൊരു മഴ പെയ്തപ്പോൾ ഒരു തണുപ്പൊക്കെ തട്ടിയിരിക്കണു. അതുകൊണ്ടാണ്. നല്ല ചൂടാട്ടാ, വിറകിൻ്റെ മാതിരി നല്ല ചൂടാണത്. ചിലപ്പോഴൊക്കെ ചാക്ക ആക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടലുണ്ട്. ചിലവർ വലിയ ചാക്കിലൊക്കെ നിറച്ച് വാരുകയാണെങ്കിൽ പൈസ കൊടുക്കും. നമ്മളെയൊക്കെ പൈസ ഒന്നും വാങ്ങാനില്ല. നമ്മൾ ചെറിയ ഇതിലെത്തിലെങ്കിലൊക്കെ വാരി കൊണ്ടുവരലാണ്. അങ്ങനെ കണക്കാക്കി കൊണ്ടുവരലൊന്നുമില്ല. പിന്നെന്താ, ഒരാളെ നമ്മളെ വീഡിയോയിൽ ഒരാളെ കമൻറ്റ് കണ്ട്, പിന്നെ പാത്തൂനെ മറക്കരുത്, മറന്നതാത്താന്നൊക്കെ ചോദിച്ചിട്ട്. പാത്തൂനെ എങ്ങനെയാണ് ഞാൻ മറക്കൽ? പാത്തൂനെ ഒരിക്കലും മറക്കൂല. അത്രയും ഹെൽപ്പ് ചെയ്ത് തന്നൊരു പാത്തുവാണ്. അവളെ ഒരിക്കലും മറക്കൂല. അതിൻ്റെ മുന്നേ തന്നെ പാത്തൂനെ എനിക്കിഷ്ടമാണ്. പാത്തൂൻ്റെ വീഡിയോസും കുട്ടികളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെന്താ, പാത്തൂൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ കാണലുണ്ട്. ആദ്യമേ കാണലുണ്ട്. പിന്നെ അതിൽ എല്ലാത്തിനും കമൻറ്റ് കൊടുക്കലുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്തോള് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രസമാണ് എന്ത് ചെയ്താലും. അപ്പോൾ പിന്നെന്താ, ഓക്ക് ആരൊക്കെ ഫോൺ ചെയ്ത് മെസ്സേജ് അയച്ച് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓളെ ബുദ്ധിമുട്ടിക്കരുത്, ആരും ബുദ്ധിമുട്ടിക്കരുത്. ഓളെ കഷ്ടപ്പെട്ട് ഓളെ മക്കളേറ്റ് ഒരു മിനിറ്റും ഒക്കെ ഒഴിവില്ല. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ ഉമ്മയും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഓൾക്ക് തീരെ ഒഴിവില്ല. നിങ്ങൾ കണ്ടില്ലേ ഓളെ സാഹചര്യം, ഓളെ വീടും കാര്യമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ആരും ബുദ്ധിമുട്ടിക്കരുത്. ആര് ചോദിച്ചാലും ഒക്കെ കഴിയൂല, പറ്റൂല, ചെയ്യൂല എന്നോള് പറയില്ല. അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഓള്. പക്ഷെ നമ്മൾ കണ്ടറിയണം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളോട് ആരോടൊരു ദേഷ്യം ഉണ്ടായിട്ടല്ല, ഓളെ സാഹചര്യം അങ്ങനെയാണ്. പിഞ്ച് മക്കളായിട്ട് പണി തീരലുണ്ട് നമുക്ക്. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ ചെറിയ ബിസിനസ്സും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇടിയില്ല കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ പ്രയാസപ്പെടുത്തരുത്, ഞങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് യോഗ ചെയ്യാൻ നടക്കാനൊന്നും പോയിട്ടില്ല. സുഖമായി വരുന്നുള്ളൂ. തൊണ്ടവേദന ഒന്നും സുഖമായിട്ടില്ല. നമ്മളെ വീഡിയോസ് കണ്ടിട്ട് എന്തോ അറിയില്ല, എന്ന ആൾ കുറച്ച് കൂടിയിരിക്കണ്. ആണുങ്ങളും ഉണ്ട് 100ൻ്റെ മേലെ, പെണ്ണുങ്ങളും ഉണ്ട്. ഇന്നലെ 95 ആളുള്ളതിനു, ഇന്ന് 100ൻ്റെ മേലെ ആളുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. എല്ലാവരും വന്നോളി. എല്ലാവർക്കും നല്ലതാണ് തടിക്ക്. മരുന്നിൻ്റെ അടിമ ആകണ്ടല്ലോ. ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ മരുന്നിൻ്റെ അടിമ ആയിട്ട് അതിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ട്, സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണിപ്പോൾ. നമ്മളെ കാക്ക കുടിക്കണ മരുന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നില്ല. ഇന്നലെ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്ന്. അതിൽ കുറേ ആൾക്കാരെ കുടിക്കണ പോലെ തന്നെ കേട്ടോ. എല്ലാത്തിനും പറ്റിയൊരു മരുന്ന് തന്നെയാണ്. എന്ത് കുടിച്ചാലും നമ്മളെന്താണോ തടി കുറക്കാനാണെങ്കിൽ ആ മരുന്ന് കുടിച്ചാൽ തടി കുറയും. അങ്ങനത്തെ ഒരു നല്ലൊരു മരുന്നാണ്. അപ്പോൾ കുറേ ആൾക്കാരെ കമൻറ്റിൽ കണ്ടു. അപ്പോൾ എല്ലാവരും കഴിക്കണം. ആ മരുന്ന് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. നമ്മളല്ല, അത് നടത്തി പോണ സെൻറ്ററുകളുണ്ടല്ലോ, ഓല വിളിച്ചിട്ട് നമുക്ക് അത് നല്ലതാണോ, കുടിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നേട്ടങ്ങളൊക്കെ ഉള്ളത് ഓല് പറഞ്ഞത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം അറിയിച്ചാൽ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചേരിപ്പൊളി ഇല്ലപ്പോൾ കത്തിച്ചാൻ. മറ്റേ ഞാൻ എൻ്റെ അയൽവാസി, ഞാൻ ആദ്യമൊക്കെ പണിക്കോ എൻ്റെ വീട്ടുകാർ ചേരിയൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ചു കാണും, ചേരിയൊക്കെ കൊണ്ടുപോകാൻ പറയലുണ്ട്. അത് അതേരെ കത്തിച്ചത്, അതും കഴിഞ്ഞിപ്പോൾ. ഏതായാലും ഇപ്പോൾ ഈ പൊടി ചിപ്പിളിപ്പൊടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ നല്ല അട്ടാണ്. നമുക്ക് ചോറിനൊക്കെ വാരിയിട്ട് കൊടുത്താലേ നമ്മൾ വരുമ്പോഴത്തേനാണ് തിളച്ച് ചോറ് വേവും. റേഷൻ പിടിയത്തെ അരിയല്ലേ, അതിന് ധാരാളമാണ് ചിപ്പിളിപ്പൊടി. കൊള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളിതാ ചായ കടയൊക്കെ ആയി. ഇപ്പോൾ ചോറിന് വെള്ളം വെച്ച് അതൊന്നാണ് ചൂടായി എന്നാൽ അരിയിട്ടാൽ ചായയുടെ വെച്ചുമ്പോഴത്തേന് ചോറും ആവും. ചോറ് നേരത്തെ തന്നെയാണ് വെച്ച് ഊറ്റി വെക്കും. ഇനിയിപ്പോൾ ആ ചിപ്പിളിപ്പൊടി ആകുമ്പോൾ നമുക്ക് കെട്ടറിയാൽ പിന്നെ രണ്ടാമത് ചുടിപ്പിച്ചേണ്ട വിചാരിച്ചാണ് ഞാൻ ചോറ്റിന് വെള്ളം വെച്ചാൽ.
പുതിയാപ്പിൾക്ക് കൊണ്ടുപോകാനേ വണ്ടി പോകുമ്പോൾ കൊണ്ടുപോകാനാണ് കുപ്പിയിൽ വെള്ളമാക്കുന്നുണ്ട്. ഒരു കുപ്പി നിറച്ച് വെള്ളമൊന്നും എടുക്കൂല, കുറച്ചേ എടുക്കുള്ളൂ. നിറച്ച് കൊടുത്താൽ നിറച്ച് കുടിച്ചുകൊണ്ട് വരും. അങ്ങനെ തോനൊന്നും കുടിച്ചാൻ പറ്റൂല. വെള്ളത്തും കുടിച്ചണീനൊക്കെ ഒരു കണക്കുണ്ട്. ഒരു ദിവസം 4 ഗ്ലാസ് വെള്ളമേ കുടിച്ചാൻ പറ്റുള്ളൂ, അതിലേറെ പോകാൻ പറ്റില്ല. അതന്നെ ആ 4 ഗ്ലാസ്സും നമ്മളെ ചോറൊക്കെ ഇടുന്ന കറി, തൈരോ അച്ചാറോ അങ്ങനെ എന്തുണ്ടെങ്കിലും അതിൻ്റെ വെള്ളമെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് 4 ഗ്ലാസ് വെള്ളമേ വയറ്റിലേക്ക് ആകാൻ പാടുള്ളൂ. അതിലപ്പുറം അങ്ങോട്ട് ആയാലോ നീരൊന്ന് കാണും മുട്ടും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം, പിന്നെ വെള്ളം കുറച്ച് ഇല്ലാതെ പറ്റൂലല്ലോ. പുതിയാപ്പിളപ്പോൾ പോകാൻ നിൽക്കാട്ടാ, വണ്ടി ഓടാൻ പോകാൻ നിൽക്കുകയാണ്. ഏതായാലും ഒന്ന് പോയോക്കട്ടെ, ചിലപ്പോൾ അവിടെ അങ്ങനെ വരിന്ന് കഥ കണ്ടു വരും. എല്ലാവരും എണ്ണ എടുത്തുകൊണ്ട് പോരാ, കിട്ടി അല്ലെങ്കിൽ നീച്ചു വരാം. ഇപ്പോൾ വെയിൽ ചൂടാകുമ്പോഴേ ഏതായാലും പോയിരുന്നു, അതിൻ്റെ ഉള്ളിൽ കിട്ടും. അത് മറന്നു പോകാണേ, മരുന്നാണ് ഇതൊക്കെ പാടെ. മനുഷ്യന്മാരെ പെട്ടിൻ്റെ മാതിരി ഒരു പെട്ടി നിറച്ച് മരുന്ന് 8 കൊല്ലമായിട്ട് അതിങ്ങനെ ചായ കുടിച്ച് കടിയൊന്നും തോരൻ തിന്നേണ്ട ആവശ്യമില്ല. തന്നെ ഉണ്ട് വളർച്ച തിന്നാനേ. എത്ര കാട്ടണു, അത് കഴിഞ്ഞോ നീനൊക്കെ കാലി ഇരിക്കണോ, പോകാനിരിക്കണു. മരുന്ന് 3 നേരം കുടിച്ചാലൊക്കെ ചിലപ്പോൾ 2 നേരമൊക്കെ ആക്കി വെക്കും. എന്നാലെങ്കിലും 1.5 മാസത്തിന് മരുന്ന് കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാഭമല്ല മക്കളെ, അതൊക്കെ ലാഭം നോക്കിയതാണ്. അപ്പം എത്താ 1 മാസത്തിന് പോകാനുള്ളത് 15 ദിവസം കൊണ്ട് പോകേണ്ടി വരികയാണ്. അത് കുടിച്ചാക്കാൻ പറ്റൂല, ഒരു നേരം കുടിച്ചാൽ ഞാൻ അതിൻ്റെ വിവരം ഉണ്ടാറിയും. ഞാനും പണിക്കോയിൻ്റെ ആൾ തന്നെയാണ്. പക്ഷേ ഇപ്പം പോകാൻ വെച്ച 3 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഊരവേദനയും പുറം വേദനയും അവലാൻ്റെ പെരയിലെ പണി തന്നെ അങ്ങനെ ഇറങ്ങി മൂളി അങ്ങനെ എടുത്ത് പോവുകയാണ്. ഒരാരാൻ്റെ ഒരു പണിക്കും ഇപ്പോൾ വെച്ച മനസ്സിൽ പൂതി ഉണ്ടായിട്ട് നമ്മളെ തടിയോണ്ട് കജ്ജണ്ടേ. അതെ, കുറേ കാലം പണിക്ക് കഴിക്കണം. മോനെന്നെ കൊണ്ടുപോയി കൊടുക്കണം വെള്ളക്കുപ്പി. ഞാൻ കൊടുത്താൽ അപ്പം ഞാൻ അന്ന് വരുന്ന ഒലോളിക്കാരം. അതേമാതിരി ഇപ്പം പോകുമ്പോൾ ഒരു അവ എടുക്കണം. അഥവാ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നൊലോളിച്ചും അവ എടുത്തിട്ടില്ലല്ലോ പറഞ്ഞ് കണ്ട് അങ്ങനെയൊക്കെയാണ്. ചോറ് ഏതായാലും റെഡിയായി. ഇനിയിപ്പോൾ അതിക്ക് 2 മത്തൻ്റെ ഇല ഉണ്ട് അയൽവാസിൻ്റെ കൂടെ പറഞ്ഞാൽ അത് നുള്ളി കൊടുന്നാട്ടെ. എന്നാൽ പിന്നെ അതുകൂടിയാണ് തളിച്ച് വെച്ചാൽ ഇന്നത്തേക്കുള്ള ഫുഡ് റെഡി ആയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.